നമ്മളിന്ന് രുചിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ നാക്കിൽ ഓരോ രുചിയും തിരിച്ചറിയുന്നതിന് ഓരോ മേഖലകളുണ്ട് എന്നുള്ള കാര്യം സത്യമാണോ? അതുപോലെ പൂച്ചയ്ക്ക് മധുരം തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്ന മീനിന് ഒരു വസ്തുവിൽ തട്ടാതെ തന്നെ, അതിനെ സ്പർശിക്കാതെ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പൂമ്പാറ്റയ്ക്ക് അതിൻ്റെ കാലുകൾ വെച്ച് ടേസ്റ്റ് അറിയാൻ പറ്റുമോ? അതുപോലെ ടേസ്റ്റും ഫ്ലേവറും തമ്മിൽ വ്യത്യാസം എന്താണ്? ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ ടേസ്റ്റ് കൂടിയ സംഗതികളെല്ലാം അൺഹെൽത്തി ആയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഇന്നത്തെ ചർച്ചയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞ ക്ലാസിക് എക്സാമ്പിൾ ടങ് മാപ്പ് എന്ന് പറയുന്ന സംഗതി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ നാവിൽ മധുരം, ഉപ്പ്, പുളിപ്പ്, കയ്പ്പ് ഇങ്ങനെയുള്ള രുചികൾ പല ഭാഗങ്ങളിലാണ് അതിനെ സെൻസ് ചെയ്യാനുള്ള സംഗതികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഐഡിയ ഉണ്ട്. അതിനാണ് പൊതുവെ നമ്മൾ ടങ് മാപ്പ് എന്ന് വിളിക്കുന്നത്. പക്ഷേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും പലപ്പോഴും കടന്നു കൂടിയിട്ടുള്ള ഒരു ചിത്രമാണത്. അതായത് നാവിൻ്റെ തുമ്പിലാണ് മധുരം തിരിച്ചറിയാനുള്ള സെൻസർ ഉള്ളതെന്നും ഏറ്റവും പിന്നിൽ കയ്പ്പ് തിരിച്ചറിയാനുള്ളതാണ്, രണ്ട് വശങ്ങളിലാണ് ഉപ്പും പുളിപ്പും. ഇങ്ങനെയാണ് പൊതുവിൽ അതിനെ അവതരിപ്പിക്കാറുള്ളത്. സത്യത്തിൽ ഈ ടങ് മാപ്പ് എന്ന് പറയുന്ന സംഗതി തീർത്തും തെറ്റായ ഒരു ഐഡിയ ആണ്. 1901 ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡേവിഡ് പി ഹാനിഗാണ് ആദ്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പഠനം പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹം നാവിൻ്റെ പല മേഖലകൾ പലതരം രുചികളോട്, പലതരം ടേസ്റ്റുകളോട് വ്യത്യസ്ത സെൻസിറ്റിവിറ്റി ഉള്ളതാണ് എന്ന ഒരു ഡേറ്റയാണ് അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ അതായത് ഈ സെൻസിറ്റിവിറ്റി ഡിഫറൻസ് പക്ഷേ ചെറിയ ഡിഫറൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡേറ്റ അനുസരിച്ച്. 1942 എഡ്വിൻ ബോറിംഗ് എന്ന് പറയുന്ന ഒരു ഹാർവാർഡ് സൈക്കോളജിസ്റ്റ് ഈ ഡേറ്റ എടുത്തൊരു ഗ്രാഫാക്കി മാറ്റി. അപ്പോൾ ഈ ഗ്രാഫ് വരച്ചപ്പോൾ, ഈ പല ടേസ്റ്റുകളുടെ ഗ്രാഫ് വരച്ചപ്പോൾ അതിൻ്റെ സ്കെയിൽ ചെയ്യുന്നത്, അതിനെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ള സ്കെയിലിംഗ് എന്ന് പറയുന്ന ഗ്രാഫിലെ ടൂൾ അത് ഉപയോഗിച്ചപ്പോൾ ഈ ബോറിങ്ങിന് വലിയൊരു അബദ്ധം പറ്റി. ചിലയിടങ്ങളിൽ ഇത് 0 ആയിട്ട് മാറി. കാരണം അത് പ്രോപ്പർലി അറേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ചിലയിടങ്ങളിൽ ചില രുചികളുടെ സെൻസിറ്റിവിറ്റി 0 ആണ് എന്ന് ആ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് തോന്നുമായിരുന്നു. ഇതാണ് നാവിൻ്റെ പല മേഖലകളിൽ പല രുചി സെൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഐഡിയ വരുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇത് കുറേ കാലം വളരെ പോപ്പുലറായിട്ട് ഇങ്ങനെ നിന്നു. പിന്നീട് 1970കളിൽ വിർജീനിയ കോളിൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് ഈ ഡേറ്റയെ പിന്നെയും പരിശോധനയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് അത് വ്യക്തമായി മനസ്സിലായി, ഇത് ശരിക്കും ബോറിങ്ങിന് പറ്റിയ ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. അത് ടേബിൾ ഫോമിൽ നമ്മുടെ ഹാനിക് അടയാളപ്പെടുത്തിയ വിവരങ്ങളെ ഗ്രാഫാക്കി മാറ്റിയ ബോറിങ്ങിന് പറ്റിയൊരു അബദ്ധമാണ് ഇത്രയും വ്യാപകമായ ഒരു തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചത്. എന്നാൽ അവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കി, ചെറിയ വ്യത്യാസങ്ങൾ സെൻസിറ്റിവിറ്റിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും കയ്പ്പ് എന്ന് പറയുന്ന രുചിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാവിൻ്റെ പിൻഭാഗം കുറച്ച് കൂടുതൽ, മറ്റു മേഖലകളെ വെച്ച് കുറച്ച് കൂടുതൽ കയ്പ്പിനോട് സെൻസിറ്റീവാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയും കാലം ഈ ഒരു തിയറി, ടങ് മാപ്പ് എന്ന് പറയുന്ന തിയറി വളരെ വിശ്വസനീയമായ ഒന്നായിട്ട് നിലനിന്നത്. അപ്പോൾ ഇന്നത്തെ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിട്ട് നാവിൻ്റെ എല്ലാ മേഖലകളും എല്ലാ രുചികളോടും ഏതാണ്ട് ഒരുപോലെ സെൻസിറ്റീവാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു രുചിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാവിൻ്റെ ഒരു പ്രത്യേക റീജിയൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. ഇനി ഒരു ബയോളജിക്കൽ സിസ്റ്റം എന്ന രീതിയിൽ ടേസ്റ്റ് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത് എന്ന ചോദ്യം നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് പലപ്പോഴും ടേസ്റ്റിനെ നമ്മുടെ ഒരു പ്ലഷർ സോഴ്സ് ആയിട്ടാണ്, നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ പരിണാമപരമായിട്ട് ടേസ്റ്റിൻ്റെ പർപ്പസ് ഇതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഭവസമൃദ്ധമായ അവസ്ഥയുടെ സൂചനയോ ആയിട്ടല്ല. മറിച്ച് രണ്ട് പർപ്പസുകൾ, അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് പർപ്പസുകളാണ് ഈ രുചിക്കുണ്ടായിരുന്നത്. നമ്മളെന്തായാലും ആഹാരം എന്ന രീതിയിൽ വസ്തുക്കളെ നമുക്ക് വായിലൂടെ അകത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അപകടകരമായിട്ടുള്ള വസ്തുക്കളെ ഒഴിവാക്കുക, നമുക്ക് ഗുണമുള്ള ആഹാരത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ പോഷക മൂല്യമാണ്, ന്യൂട്രീഷണൽ വാല്യൂ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക, ന്യൂട്രിയൻ്റ് സീക്കിങ്. നെഗറ്റീവായിട്ടുള്ള ടോക്സിൻ ഡിറ്റക്ഷൻ, വിഷകരമായിട്ടുള്ള വസ്തുക്കളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക. ഈ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടിയ ഒരു സെൻസാണ് ഈ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെയോ പ്ലഷർ സീക്കിങ്ങിൻ്റെയോ വാല്യൂ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പിന്നീട് റീഇൻവെൻറ്റ് ചെയ്തെടുത്താണ്. അതിൻ്റെ ഒറിജിനൽ പർപ്പസ് അതല്ല. ഇനി നമ്മൾ പൊതുവിൽ ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന, എന്നാൽ ബയോളജിയുടെ ഭാഷയിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുള്ള രണ്ട് വാക്കുകളെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്ന് ടേസ്റ്റും മറ്റൊന്ന് ഫ്ലേവറുമാണ്. നമ്മൾ പലപ്പോഴും
ഒരു വസ്തുവിൻ്റെ രുചിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫ്ലേവറാണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണ്. വ്യത്യാസം പറയാൻ പറ്റും. അതായത് നാവ് എന്ന് പറയുന്ന അവയവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ചില ബേസിക് കെമിക്കൽ സിഗ്നേച്ചേഴ്സാണ് ശരിക്കും ടേസ്റ്റ് എന്ന് പറയുന്നത്. നാവിൽ രസമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് എന്ന് വിളിക്കുന്ന ചില പ്രത്യേക സ്ട്രക്ചറുകളുണ്ട്. അതായത് 50 മുതൽ 100 വരെ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന, നമുക്ക് പൊതുവെ ഒരു താമരമൊട്ടിൻ്റെ ഷേപ്പ് പോലെ നാവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സംഗതികളാണ് ഈ ടേസ്റ്റ് ബഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമ്മൾ ആഹരിക്കുന്ന വസ്തുവിൽ നിന്നും പലതരത്തിലുള്ള രാസതന്മാത്രകൾ ഈ ടേസ്റ്റ് ബഡിൽ ടച്ച് ചെയ്യും. അപ്പോൾ ഇത് അവിടെ ഉണ്ടാക്കുന്ന ചില രാസമാറ്റങ്ങളാണ് ഒരു സിഗ്നലായിട്ട് നമ്മുടെ ഗസ്റ്റേറ്ററി കോർട്ടക്സ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. അവിടെയാണ് മസ്തിഷ്കം ഇതിനെ ടേസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. പൊതുവിൽ 5 ഫണ്ടമെൻ്റൽ ടേസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഇവിടെയാണ് സംസാരിക്കാറുള്ളത്. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. ഇത് നാവിൽ നിന്ന് മനസ്സിലാക്കുന്ന ടേസ്റ്റിൻ്റെ കാര്യം മാത്രമാണ്. പക്ഷേ ഒരു വസ്തുവിനെക്കുറിച്ച് അത് നമ്മുടെ നാവിൽ ഉണ്ടാക്കുന്ന അനുഭവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ വേറെയും ചില ഘടകങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൾഫാക്ഷനാണ്, അതായത് അതിൻ്റെ ഗന്ധം. ഈ ഗന്ധം നമ്മൾ മൂക്കിലൂടെയാണ് തിരിച്ചറിയുന്നത്. ഇത് തന്നെ 2 തരത്തിലാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആ വസ്തു അകത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് അതിൽ നിന്നും പുറപ്പെടുന്ന അതിൻ്റെ ഗന്ധത്തിന് കാരണമാകുന്ന ചില രാസവസ്തുക്കളുണ്ട്, അതായത് വാതക രൂപത്തിൽ വരുന്ന വസ്തുക്കൾ. ഇത് നമ്മുടെ മൂക്കിൻ്റെ ഫ്രണ്ടിലെ നാസാദ്വാരങ്ങളിലൂടെ അകത്തേക്ക് പോകും. അത് അതിനകത്ത് ഒരു ഗന്ധത്തിൻ്റെ സെൻസേഷൻ ഉണ്ടാക്കും. നമ്മളിത് വായിൽ വെച്ച് ചവയ്ക്കുകയും അകത്തേക്ക് വിഴുങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഒരു ഓപ്പണിംഗ് മറുവശത്ത് ഈസോഫാഗസ് എന്ന് പറയുന്ന ആ അന്നനാളത്തിലേക്ക് തന്നെയാണ് ചെന്ന് തുറക്കുന്നതെന്ന് അറിയാമല്ലോ. അതുവഴി ഈ ഗന്ധം തിരിച്ച് മൂക്കിലേക്ക് വരുന്നുണ്ടാവും. ഇങ്ങനെ 2 വശങ്ങളിലൂടെയും ഈ ഗന്ധത്തിന് കാരണമായിട്ടുള്ള ചില രാസവസ്തുക്കൾ മൂക്കിലേക്ക് എത്തുന്നുണ്ട്. സത്യത്തിൽ ഇത് നമ്മളൊരു വസ്തുവിനെ ഇങ്ങനെ കെമിക്കലി വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ രാസപരമായിട്ട് അതിനെ ഒരു മൂല്യനിർണ്ണയം നടത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ പലപ്പോഴും നമ്മളൊരു വസ്തുവിനെ കുറിച്ച് ഈ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ 80% മിക്കപ്പോഴും അതിൻ്റെ ഗന്ധമാണ് അതിലേക്ക് സംഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗന്ധത്തെ കൂടെ ചേർത്താണ് നമ്മൾ അതിനെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ ആ ഗന്ധം കൂടെ ചേരുമ്പോൾ ടേസ്റ്റ് അല്ല, അത് ഫ്ലേവർ ആയിട്ട് മാറും. ഈ ഫ്ലേവറിൽ ടേസ്റ്റ് മാത്രമല്ല ഉള്ളത്. നാവിലെ രസമുകുളങ്ങൾ ടേസ്റ്റ് ബഡ്സിലൂടെ മനസ്സിലാക്കുന്നതിനപ്പുറം നാവിൽ സ്പർശം തിരിച്ചറിയാനുള്ള സെൻസ് ഓർഗൻസും ഉണ്ടെന്നറിയാമല്ലോ. അതിനെ കെമിസ്തെസിസ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ ഈ ആഹാര പദാർത്ഥം നാവിലുണ്ടാക്കുന്ന ഇത്തരം സെൻസേഷൻസ്, ഉദാഹരണത്തിന് നമ്മളൊരു സോഡ കലർന്ന വെള്ളം കുടിക്കുമ്പോൾ അതൊരു ചെറിയൊരു ഫിസി ഫീലിംഗ് നമുക്കുണ്ടാക്കും. അപ്പോൾ അതുപോലെ ഇപ്പോൾ മെന്തോൾ അടങ്ങിയ എന്തെങ്കിലും ചെല്ലുമ്പോൾ ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. എരിവുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്കൊരു ഹോട്ട്നെസ്, ഒരു എരിച്ചിൽ ഫീൽ ചെയ്യുന്നത്. ഇതൊന്നും സത്യത്തിൽ ടേസ്റ്റുകളല്ല. ഇത് ഈ കെമിസ്തെസിസ് എന്ന് പറയുന്ന മറ്റൊരു തരം ടച്ചിനെ അല്ലെങ്കിൽ സ്പർശത്തെ തിരിച്ചറിയാനുള്ള സെൻസ് ഓർഗനാണ് സത്യത്തിൽ ഇതിനെ സെൻസ് ചെയ്യുന്നത്. ഇതുകൂടി ടേസ്റ്റിനോടൊപ്പം മിക്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മറ്റൊന്ന്, ആ ആഹാര പദാർത്ഥത്തിൻ്റെ ടെക്സ്ചർ. നമ്മൾ കറുമുറയാണോ കഴിക്കുന്നത്, സ്ലൈമി ആയിട്ടാണോ കഴിക്കുന്നത്, ഇത് ഉണ്ടാക്കുന്ന ഒരു ശബ്ദം ഉൾപ്പെടെ നമ്മൾ ഈ ടേസ്റ്റിനോട് ചേർക്കും. അപ്പോൾ ഇതുപോലുള്ള ഓൾഫാക്ഷൻ, കെമിസ്തെസിസ്, ഇത്തരത്തിലുള്ള ബാക്കി കമ്പോണൻസും കൂടി ചേരുമ്പോഴാണ് ആ വസ്തുവിന് ഫ്ലേവർ വന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഗന്ധം എന്ന് പറയുന്ന അരോമയുണ്ട്, അതുണ്ടാക്കുന്ന മറ്റ് ടച്ചി ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണത് ഫ്ലേവർ ആവുന്നത്. അപ്പോൾ നാവ് കൊടുക്കുന്ന ബേസിക് ടേസ്റ്റുകളും മൂക്കിലൂടെ കിട്ടുന്ന അരോമ എന്ന് പറയുന്ന ഗന്ധവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മസ്തിഷ്കം അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്ന അനുഭവത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി ഈ നാവിലൂടെ മനസ്സിലാക്കുന്ന ടേസ്റ്റിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. പൊതുവിൽ നമ്മൾ 5 ഫണ്ടമെൻ്റൽ ടേസ്റ്റുകളെ കുറിച്ച് പറയാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹാനിഗിൻ്റെ ടങ് മാപ്പിലേക്ക് ഉള്ള ആ ആദ്യത്തെ 4 എണ്ണം, അത് ഒന്ന് സ്വീറ്റ്നെസ് എന്ന് പറയുന്ന മധുരം, പിന്നെ സവർനെസ് എന്ന് പറയുന്ന പുളിപ്പ്, അതുപോലെ ബിറ്റർനെസ് എന്ന് പറയുന്ന കയ്പ്പ്, പിന്നെ സാൾട്ടിനെസ് എന്ന് പറയുന്ന ഉപ്പ്. ഈ 4 രസങ്ങളെയാണ് പൊതുവിൽ പണ്ടൊരു കാലത്ത് അടിസ്ഥാന ടേസ്റ്റുകളായിട്ട്, അടിസ്ഥാന രുചികളായിട്ട് കണക്കാക്കിയിരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജാപ്പനീസ് ശാസ്ത്രജ്ഞനായിരുന്ന കിക്കുനെ ഇക്കാഡ ആണ് 5ാമത് ഒരു ഫണ്ടമെൻ്റൽ ടേസ്റ്റ് കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതിനെ ജാപ്പനീസ് ഭാഷയിൽ അദ്ദേഹം ഉമാമി എന്ന് വിളിച്ചു. ഈ 5 ടേസ്റ്റുകളാണ് പൊതുവിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ടേസ്റ്റുകളായിട്ട് കണക്കാക്കുന്നത്.
ഇതിൻ്റെ സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 5 തരം ആഹാര പദാർത്ഥത്തിലെ 5 തരം ഗുണങ്ങളുടെ ഇൻഡിക്കേറ്റേഴ്സാണ് എന്ന് കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തെ സ്വീറ്റ്നെസ് എന്ന് പറയുന്ന മധുരം, സത്യത്തിൽ അത് ഷുഗറുകളുടെ, കാർബോഹൈഡ്രേറ്റിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഷുഗർ, പഞ്ചസാരകളുടെ അടിസ്ഥാന ഗുണമാണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഊർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന പോഷകമാണ്. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ മധുരമുള്ള ഭക്ഷണം തേടിപ്പിടിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ ഊർജ്ജം കിട്ടാനുള്ള സാധ്യത തുറന്നു കിട്ടും. അവർക്ക് അതിജീവന സാധ്യത കൂടും. അതായത് പണ്ടൊരു കാലത്ത് മനുഷ്യർ ഹണ്ടർ ഗ്യാദറേഴ്സായിട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അതിജീവന സാധ്യത കൂടുന്നതുകൊണ്ട് അവർക്ക് പിൻതലമുറകളുണ്ടാകും. അവർക്കും മധുരത്തോട് ഇതുപോലെ ക്രേവിങ് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വരെ ഈ സ്വീറ്റ്നെസ്സിനോട്, മധുരത്തോട് ഒരു ക്രേവിങ് ഉണ്ടാകുന്നത്. കാരണം അത് ഊർജ്ജത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു സ്രോതസ്സാണ്. ഇനി ഉപ്പ് രസം, സാൾട്ടി എന്ന് പറയുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സോഡിയം ക്ലോറൈഡിൻ്റെ സാന്നിധ്യമാണ്. സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ നാഡീ സന്ദേശങ്ങൾ അയക്കുന്ന പ്രക്രിയയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു അയോണാണ്. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ സാന്നിധ്യം ഉള്ള സാൾട്ടി ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അതിജീവനത്തിന് അത് ഗുണം ചെയ്യുമായിരുന്നു. അതേസമയം അത് കൂടുതൽ അമിതമായ അളവിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള ചില വസ്തുക്കളുടെ സാന്നിധ്യം കൂടി സൂചിപ്പിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞാൽ നമ്മളതിനെ ഇഷ്ടപ്പെടുന്നതിന് പകരം നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കും. അപ്പോഴും അതിന് അതിജീവന സാധ്യതയായിട്ട് ബന്ധമുണ്ട് എന്ന് കാണണം. ഇനി പുളിപ്പ് എന്ന് പറയുന്ന സവർനെസ് സത്യത്തിൽ ഹൈഡ്രജൻ അയോണുകൾ, H+ അയോണുകളുടെ സാന്നിധ്യമാണ്. ഇത് പലപ്പോഴും ചിലപ്പോൾ പാകമാകാത്ത പഴത്തിൻ്റെയോ ഫെർമെൻറ്റേഷൻ്റെയോ ഒക്കെ സൂചനയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതെപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. ഇനി കയ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ബിറ്റർനെസ് എന്ന് പറയുന്നത് സത്യത്തിൽ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾക്കെതിരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു നെഗറ്റീവ് റിയാക്ഷനാണ്. ഈ ബിറ്റർ ടേസ്റ്റുള്ള പലതും ഒരു വിഷകരമായിട്ടുള്ള രാസവസ്തുവിൻ്റെ സാന്നിധ്യത്താണ് സൂചിപ്പിക്കുന്നതെന്നുള്ളത് കൊണ്ട് നമ്മൾ പൊതുവിൽ കയ്പിനെ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് ടേസ്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഹൊറർ സിനിമകൾ നമ്മൾ ആസ്വദിക്കുന്ന ഏതാണ്ട് അതേ സമാനമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഹൊറർ പൊതുവിൽ നമുക്കാർക്കും പേടിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും സേഫായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കുറച്ച് പേടിക്കുന്നതിൽ കുഴപ്പമില്ല. അതിലൊരു രസം നമ്മൾ ചിലപ്പോൾ കണ്ടെത്തിയേക്കാം. അതുപോലെ തന്നെയാണ് പൊതുവിൽ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കളുടെ സാന്നിധ്യത്തെയാണ് കയ്പ് സൂചിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ കയ്പ് സേഫാണെന്ന് അറിഞ്ഞുകൊണ്ട് കൺസ്യൂം ചെയ്യുന്നതിനകത്ത് ഇതുപോലെ ഒരു രസം നമ്മൾ കണ്ടെത്തിയേക്കാം. ഇനി അവസാനം കണ്ടെത്തപ്പെട്ട ഉമാമി എന്ന് പറയുന്ന ടേസ്റ്റ് സത്യത്തിൽ സേവറിനെസ് എന്നാണ് അറിയപ്പെടാറ്. അത് പ്രോട്ടീനുകളുടെ സാന്നിധ്യമാണ്. ഈ ഉമാമി എന്ന് പറയുന്ന ടേസ്റ്റ് ശരിക്കും ഉണ്ടാക്കുന്നത് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന രാസവസ്തുവാണ്. അപ്പോൾ ഈ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. പ്രോട്ടീനുകൾ നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. ഇപ്പോൾ മാംസത്തിൻ്റെ രുചി എന്നൊക്കെ പറയുന്നത് ഉമാമിയുടെ ക്ലാസിക് എക്സാമ്പിളാണ്. അപ്പോൾ ഈ 5 ഫണ്ടമെൻ്റൽ ടേസ്റ്റുകൾ അതുകൊണ്ട് തന്നെ 5 തരം ക്വാളിറ്റി ഇൻഡിക്കേഷൻസ് ആണ് നമുക്ക് തരുന്നത്. ഈ ഉമാമി എന്ന് പറയുന്ന ടേസ്റ്റിനെ കിക്കുനെ ഇക്കേഡ എന്ന് പറയുന്ന ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ 1908 തിരിച്ചറിയുന്നത്. അദ്ദേഹം ഒരു പ്രത്യേക സീവീഡിൻ്റെ സൂപ്പിൽ നിന്നാണ് ഈ ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് അതുവരെ അറിയപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പൊതുവെ വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ നമ്മൾ കാണുന്ന 4 അടിസ്ഥാന രുചികളിൽ നിന്നും ഫണ്ടമെൻ്റലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്ത രുചിയാണ് ഇത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. പിന്നീട് അദ്ദേഹം ഇത് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന പ്രോട്ടീനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന തന്മാത്രയുടെ യുണീക്കായിട്ടുള്ള ടേസ്റ്റാണ് എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ഇതിൻ്റെ സാന്നിധ്യം, ഇതില്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് ഇക്കേഡ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്ത് ഉണ്ടാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ആ പ്രോസസ്സിന് അദ്ദേഹം പേറ്റൻ്റ് എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു സംയുക്തത്തെ കൃത്യമായി ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുന്നു. അതിന് അദ്ദേഹം അതുണ്ടാക്കുന്നതിനുള്ള കമ്പനി അദ്ദേഹം തുടങ്ങുന്നു. എന്നിട്ട് അതിനൊരു ബ്രാൻഡ് നെയിമും കൊടുക്കുന്നു. അതിനെയാണ് അജിനോമോട്ടോ എന്ന് വിളിക്കുന്നത്. ഇന്നും പലപ്പോഴും മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിൻ്റെ ഒരു പര്യായ പദം പോലെയാണ് നമ്മൾ ഈ അജിനോമോട്ടോ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അജിനോമോട്ടോ അടിസ്ഥാനപരമായിട്ട് ഈ ഉമാമി എന്ന് പറയുന്ന സേവറിനെസ് എന്ന് പറയുന്ന ടേസ്റ്റിൻ്റെ കാരണമായിട്ടുള്ള ഗ്ലൂട്ടാമേറ്റ് തന്മാത്രകളെ തന്നെ വിളിക്കുന്ന പേരാണ്. അത് ഇന്ന് പലപ്പോഴും ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. പലയിടങ്ങളിലും ഹോട്ടലുകളിൽ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ട് അവർ അജിനോമോട്ടോ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതും കാണാൻ പറ്റും. അജിനോമോട്ടോ അങ്ങനെ അരി വെച്ച് ചോറുണ്ടാക്കുന്ന പോലെ മാസമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സംഗതിയല്ല. അത് ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് ഈ സേവറിനെസ് ഉണ്ടാകുന്ന മീറ്റോ ടൊമാറ്റോ പോലുള്ള നേച്ചറിൽ തന്നെയുള്ള നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലുള്ള
ആ രുചിക്ക് നിദാനമായിട്ടുള്ള തന്മാത്രയെ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ശരീരത്തിന് പരിചയമില്ലാത്ത ഒന്നുമല്ല അജിനോമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്ന മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അപ്പോൾ അതിൻ്റെ കഥ ഇത്ര രസകരമാണെന്നുണ്ടെങ്കിലും ഏതാണ്ട് 2000 വർഷമൊക്കെ ആയതിനു ശേഷം, അതായത് 1908 നിന്നും 2000 ആണ്ടൊക്കെ ആയതിനു ശേഷമാണ് ശരിക്കും 5ാമത്തെ ഫണ്ടമെൻ്റൽ ടേസ്റ്റായിട്ട് ഈ ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉമാമി എന്ന് പറയുന്ന ടേസ്റ്റിനെ പൊതുവിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ ഈ 5 ഫണ്ടമെൻ്റൽ ടേസ്റ്റുകൾ എന്ന് പറയുന്ന ഐഡിയ കുറച്ച് കൺസർവേറ്റീവ് ആണ് എന്നുള്ളതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതായത് നമുക്ക് മറ്റ് പല ടേസ്റ്റുകളും ഇതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് തിരിച്ചറിയാൻ കഴിയും എന്ന് നമുക്കിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെറ്റാലിക് ടേസ്റ്റ് എന്ന് പറയുന്ന സംഗതി, ഇപ്പോൾ ചോരയുടെ ടേസ്റ്റ്, അതുപോലെ ചില പ്രത്യേക രാസവസ്തുക്കൾ നമ്മുടെ നാവിലുണ്ടാക്കുന്ന ഒരു മെറ്റാലിക് ടേസ്റ്റിംഗ് മെറ്റൽ എന്ന് പറയുന്ന അനുഭവം, അതൊരു ഡിഫറൻറ്റ് ടേസ്റ്റാണ്. പിന്നെ കാൽസ്യത്തിൻ്റെ രുചി മറ്റൊരു രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് സൂചനകളുണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ടേസ്റ്റ്, ഷുഗറിൻ്റെ ടേസ്റ്റിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും ഫാറ്റി ആസിഡുകളുടെ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ടേസ്റ്റ് മറ്റൊരു രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നൊക്കെ ഇന്ന് പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 5 ടേസ്റ്റുകൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ സ്വീറ്റ്, സാവ്, സാൾട്ടി, ഉമാമി, ബിറ്റർനെസ് എന്നിങ്ങനെ 5 ടേസ്റ്റുകളെ പൊതുവെ പറയാറുള്ളത്. ഇനി ഈ ടേസ്റ്റുകളെ നമ്മൾ നാവിലൂടെ അല്ലെങ്കിൽ നാവ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ഇത് പൊതുവിൽ 2 വഴികളിലാണ് സംഭവിക്കാറുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഉപ്പും പുളിപ്പും നമുക്ക് തിരിച്ചറിയാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം ഇതൊരു ഡയറക്റ്റ് പാത്വേ ആണ്. ഉപ്പിലും പുളിപ്പിലും ഉള്ളത് വളരെ ചെറിയ 2 അയോണുകളാണ്, ഒന്ന് സോഡിയം അയോണും മറ്റൊന്ന് ഹൈഡ്രജൻ അയോണും. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റ് ബഡിലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും നേരിട്ട് തന്നെ ഇതൊരു സിഗ്നലാക്കി നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഡയറക്റ്റ് പാത്വേയിൽ വർക്കുന്ന ടേസ്റ്റുകളാണ്. എന്നാൽ മറ്റേത് ബിറ്റർനെസ്, സേവറിനെസ്, സ്വീറ്റ്നെസ്, ഇവിടെ ഉൾപ്പെടുന്നത് അങ്ങനെ വളരെ ചെറിയ അയോണുകളല്ല, മറിച്ച് കുറച്ചുകൂടി വലിപ്പമുള്ള തന്മാത്രകളാണ്. അപ്പോൾ ഈ തന്മാത്രകൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സിലേക്ക് എത്തി അതിൻ്റെ റിസപ്റ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ചില മറ്റ് പ്രോട്ടീൻ തന്മാത്രകളുണ്ട്. ആ തന്മാത്രകളിലേക്ക് ഈ രസത്തിന് കാരണമായിട്ടുള്ള, ഈ പ്രത്യേക ടേസ്റ്റിന് കാരണമായിട്ടുള്ള തന്മാത്രകൾ ബൈൻഡ് ചെയ്യണം. ആ റിസപ്റ്ററിലേക്ക് ചെന്ന് ഇങ്ങനെ ഒരു താക്കോല് പൂട്ടിലേക്ക് കയറുന്ന പോലെ ചെന്ന് ബൈൻഡ് ചെയ്യപ്പെടണം. ആ ബൈൻഡിങ് എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണോ സംഭവിക്കുന്നത് അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടായിരിക്കും നമ്മൾ ആ ടേസ്റ്റ് തിരിച്ചറിയുന്നത്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് പാത്വേ ആണ് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് പലപ്പോഴും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ രഹസ്യം കിടക്കുന്നത്. നമുക്കതിലേക്ക് പിന്നെ വരാം. നമുക്ക് അതേസമയം ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. എല്ലാ ജീവികളിലും ഈ ടേസ്റ്റിൻ്റെ മെക്കാനിസം ഇങ്ങനെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ക്വാളിറ്റി ചെക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സത്യത്തിൽ ഈ ടേസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലേവർ എന്ന് പറയുന്ന സെൻസ്. അപ്പോൾ ഒരു ജീവിക്ക് അത് ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, അതിന് എങ്ങനെയാണത് ഭക്ഷണം കഴിക്കുന്നത്, ഇതിനനുസരിച്ചിട്ടാണ് ഈ ടേസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കാർണിവോറുകളായിട്ടുള്ള മാംസഭുക്കുകളായിട്ടുള്ള ജീവികളിലേക്ക് വരുമ്പോൾ അവർക്ക് ഷുഗറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന സംഗതി ബാധകമല്ല. കാരണം അത് കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യമാണ്. അവർ കാർബോഹൈഡ്രേറ്റിനെ അവരുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നില്ല. അവർ പ്രോട്ടീനുകളെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാർണിവോറാണ് ഈ പൂച്ച എന്ന് പറയുന്നത്. പൂച്ചയ്ക്ക് അതിൻ്റെ മധുരം തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പോൾ അത് സ്വീറ്റ് ബ്ലൈൻഡാണ് കാർണിവോറുകൾ. അപ്പോൾ പൂച്ച ആസ്വദിച്ച് ഐസ്ക്രീം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മധുരമല്ല ആസ്വദിക്കുന്നത്, മറ്റ് അതിൻ്റെ കോൾഡ് സെൻസേഷനോ അങ്ങനെ മറ്റെന്തെങ്കിലും സെൻസേഷൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ പൂച്ച അങ്ങനെ കഴിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ പൊതുവിൽ പൂച്ചകൾക്ക് മധുരത്തോട് പ്രതിപത്തി ഇല്ല എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈസിനെ സംബന്ധിച്ചിടത്തോളം ഈ രുചി അറിയാനുള്ള സെൻസസ് ശരിക്കും അവയുടെ കാലുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു പൂവിലേക്ക് ചെന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പൂമ്പിടിയിലേക്ക് ചെന്ന് പറ്റുമ്പോഴോ ഒക്കെ ആ പരിസരത്തെ അസസ് ചെയ്യാൻ അവർ ഈ സെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്ന മീനുകൾ നമ്മളിന്ന് കണക്കാക്കുന്നത് ഒരു ക്യാറ്റ് ഫിഷിൻ്റെ ദേഹത്ത് 1,75,000 പരം ടേസ്റ്റ് ബഡുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ചെളിയിലൂടെയൊക്കെ നീങ്ങിപ്പോകുമ്പോൾ അത് ചെന്ന് ടച്ച് ചെയ്യാതെ തന്നെ അതിൻ്റെ പരിസരത്തുള്ള വസ്തുക്കളുടെ ടേസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരം ഈ ക്യാറ്റ് ഫിഷിന് കിട്ടും. ഈ 1,75,000 നമ്മൾ താരതമ്യം ചെയ്യുന്നത് മനുഷ്യൻ്റെ നാക്കിനെയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യന് കഷ്ടിച്ച് 9,000 ടേസ്റ്റ് ബഡുകളാണ് ഉള്ളത് എന്ന് കാണണം. എന്നാൽ പശുവിനെ പോലെ
സസ്യഭുക്കുകളായിട്ടുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മേഞ്ഞു നടക്കുകയും പല കണ്ണിൽ കാണുന്ന ഇലകളൊക്കെ ഭക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നും വിഷാംശമുള്ളതും ഇല്ലാത്തതും തിരിച്ചറിയേണ്ടത് കുറച്ചുകൂടി നിർണായകമാണ്. അപ്പോൾ മനുഷ്യരെ അപേക്ഷിച്ച് അവർക്ക് ഈ ടേസ്റ്റ് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. പശുവിന് 25,000-ൽ പരം ടേസ്റ്റ് ബഡുകൾ ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി പട്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പട്ടിക്ക് 2,000-ൽ താഴെ ടേസ്റ്റ് ബഡുകളേ ഉള്ളൂ. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ആയിരക്കണക്കിന് മടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓൾഫാക്ടറി സെൻസ് പട്ടിക്കുണ്ട്. പട്ടി നാവിലൂടെ തിരിച്ചറിയുന്ന ടേസ്റ്റിനപ്പുറം പട്ടിക്ക് ആ ഗന്ധം കൂടി ചേർത്താണ് ഈ അസസ്മെൻറ്റ് സാധ്യമാകുന്നത്. പിന്നെ പട്ടിയിലേക്ക് വരുമ്പോൾ പട്ടിക്ക് ജലത്തിൻ്റെ പച്ചവെള്ളത്തിന് ടേസ്റ്റ് ഇല്ല എന്നാണ് മനുഷ്യൻ്റെ അനുഭവം. പക്ഷേ പട്ടിക്ക് വെള്ളത്തിൽ ടേസ്റ്റ് കണ്ടെത്താൻ പറ്റും എന്നും പഠനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇനി കോഴിയിലേക്ക് വരാം. കോഴിയെ പോലുള്ള പക്ഷികളുടെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ടേസ്റ്റ് അറിയുക എന്നുള്ളൊരു സംഗതി ഇല്ല. അപ്പോൾ കോഴിയുടെ ഉദാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 20-25 ടേസ്റ്റ് ബഡുകളെ കോഴിയുടെ നാവിലുള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവ മിക്കവാറും ഭക്ഷണം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നീണ്ടത്തിമിങ്ങല പോലുള്ള വലിയ ജീവികളും ഈ ഭക്ഷണം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ വായിൽ വെച്ച് ഒരു ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തുക എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ ജീവലോകത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഊർജ്ജം ചിലവാക്കുന്നത് ജീവികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും അപ്രസക്തമാണ്, ഇറലവൻ്റ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് അറിയാനുള്ള ടെക്നിക്കിനും അത്ര പ്രാധാന്യമേ മിക്കപ്പോഴും ജീവികളിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മധുരം എന്ന് പറയുന്നത് പൊതുവിൽ ഷുഗറുകളുടെ ഒരു ഇൻഡിക്കേറ്ററാണ്. ഷുഗറുകൾ നല്ല എനർജി വാല്യൂ ഉള്ള രാസവസ്തുക്കളാണ്, ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് മധുരത്തിനോട് ഒരു ക്രേവിങ് പരിണാമപരമായിട്ട് നമുക്കുണ്ട്. പക്ഷേ ഈ മധുരം എന്ന് പറയുന്നത് ഒരു രാസതന്മാത്ര അതിൻ്റെ റിസപ്റ്ററിൽ ചെന്ന് ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എത്രത്തോളം ആ ബോണ്ട് സ്ട്രോങ് ആണ് എന്നുള്ളതനുസരിച്ചിട്ടാണ് മധുരം എന്ന് പറഞ്ഞ സെൻസേഷൻ്റെ തീവ്രത തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ മോഡേൺ സയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ മധുരത്തെ റിസീവ് ചെയ്യുന്ന ടേസ്റ്റ് ബഡിലെ റിസപ്റ്ററിലേക്ക് ഷുഗറിനേക്കാൾ നന്നായിട്ട് ബൈൻഡ് ചെയ്യാൻ സാധിക്കുന്ന എന്നാൽ കെമിക്കലി ഷുഗർ അല്ലാത്ത തന്മാത്രകളെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാക്കറിൻ, സൂക്രലോസ് എന്നൊക്കെ വിളിക്കുന്ന പല രാസതന്മാത്രകളും ഇതാണ് ചെയ്യുന്നത്. ഷുഗറിന് ചെന്ന് ചേരുന്ന റിസപ്റ്ററിലേക്ക് ഷുഗറിനേക്കാൾ സ്ട്രോങ് ആയി ചെന്ന് ഒട്ടിപ്പിടിക്കാൻ ഈ തന്മാത്രകൾക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഷുഗറിനേക്കാൾ പല മടങ്ങ് സ്വീറ്റാണ് ഈ രാസവസ്തുക്കൾ. എന്നാൽ ഷുഗറിനെ പോലെയുള്ള ന്യൂട്രീഷൻ വാല്യൂ അവയ്ക്കില്ലാത്തതുകൊണ്ട് തന്നെ അവയെ പൊതുവെ നമ്മൾ 0 കാലറി സ്വീറ്റ്നെസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മധുരമുണ്ട്, പക്ഷേ കാലറിക് വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കും ഈ സ്വീറ്റ്നെസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന സംഗതിയാണ്. ശരിക്കും പ്രത്യേകിച്ച് ബേക്കിങ്ങിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ് ഈ സൂക്രലോസ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇവയുടെ മധുരം നമുക്ക് അനുഭവിച്ച് തുടങ്ങാൻ ഒരല്പം സമയം വേണം. കാരണം അത് ഈ ബൈൻഡ് ചെയ്യുന്ന സമയം കുറച്ചുകൂടി സമയമെടുക്കും ഷുഗറിനെ അപേക്ഷിച്ച്. എന്നാൽ ഇത് ഈ ബൈൻഡിങ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം ഈ സ്വീറ്റ്നെസ് നമുക്ക് തങ്ങി നിൽക്കും. അത് ആഫ്റ്റർ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പോൾ പല ആളുകളും ഈ സൂക്രലോസ് പോലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം കുറച്ചുകൂടി വൈകിയാണ് നമ്മൾ സ്വീറ്റ്നെസ് അറിയുന്നുണ്ടെങ്കിലും ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം നാവിൽ ഈ മധുരം ഇങ്ങനെ തങ്ങി നിൽക്കും. അത് ചില ആളുകൾ ആസ്വദിക്കുന്നുണ്ടാകും, പക്ഷേ ചില ആളുകൾ അതിനെ ഒരു മോശം കാര്യമായിട്ട് സൂചിപ്പിച്ചേക്കാം. അതിൻ്റെ കാരണം ഈ റിസപ്റ്ററുകളോട് കൂടുതൽ ശക്തിയായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കാൻ ഈ തന്മാത്രകൾക്കുള്ള കഴിവാണ്. അപ്പോൾ ഇതുപോലെ ഫ്ലേവറുകൾ നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്ട്രോബെറി ഫ്ലേവർ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും ഗന്ധമാണ്. സ്ട്രോബെറിയെ ഗന്ധമില്ലാതെ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചയ്ക്ക് ഷുഗർ കഴിക്കുന്ന ടേസ്റ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ സ്ട്രോബെറി ആക്കുന്നത് അതിന് ഗന്ധം കൊടുക്കുന്ന രാസവസ്തുക്കളാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു പ്രത്യേക വസ്തു, അത് ബനാന ആയിക്കൊള്ളട്ടെ, ജാക്ക് ഫ്രൂട്ട് ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അതിൽ ഈ ഗന്ധവും ആ ടേസ്റ്റും കൊടുക്കുന്ന ചില രാസവസ്തുക്കളുണ്ട്. അവയെ തിരിച്ചറിയുക, അതിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ചില രാസതന്മാത്രകളെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി നമ്മൾ ആഹാര പദാർത്ഥത്തോടൊപ്പം ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ആരോഗ്യത്തിൽ റിസ്ക് എന്നുള്ള സംഗതിയല്ല. കാരണം പുതിയ തന്മാത്രകളല്ല, അവയുടെ റൂട്ട്, അതെങ്ങനെ ഉണ്ടായി എന്നുള്ള റൂട്ട് മാത്രമാണ് മാറ്റുന്നത്. അതേസമയം ഇപ്പോൾ ഒരു മാങ്ങയുടെ ഫ്ലേവർ കൊടുക്കുന്ന 100 കണക്കിന് രാസവസ്തുക്കൾ ഉണ്ടാകും. അവയെല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന അനുഭവമാണ് മാങ്ങ നമുക്ക് തരുന്ന ഫ്ലേവർ. പക്ഷേ അത്രയും തന്മാത്രകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല, അത് എക്കണോമിക്കുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് തന്മാത്രകളായിരിക്കും ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും മാംഗോ ഫ്ലേവറും ആക്ച്വൽ മാംഗോയും
ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ചില ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഈ ആഫ്റ്റർ ടേസ്റ്റൊക്കെ മനസ്സിലാകും, ഇത് എസൻസ് ചേർത്തതാണ്, ആക്ച്വൽ മാങ്ങയല്ല എന്നൊക്കെ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പരാതിപ്പെടുന്നത് കാണാൻ പറ്റും. ആ ഡിഫറൻസ് ഇവിടെയാണ് കിടക്കുന്നത്. ഇനി ടേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതിൽ എത്രത്തോളം കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മൾ എന്തിലാണ് ടേസ്റ്റ് കണ്ടെത്തുന്നത് എന്നുള്ളതിൽ. നമ്മളുടെ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് പുതിയതെന്തിനേയും സംശയത്തോടെ കാണുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ പൊതുവിൽ നിയോഫോബിയ എന്ന് വിളിക്കും. പുതിയ സംഗതി ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ പരിചയമില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് അസംപ്ഷൻ അപകടകരമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ശീലമില്ലാത്ത ഭക്ഷണത്തോട് നമുക്ക് ചെറിയ ഒരു ഈ സംശയബോധം ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ ചില സംസ്കാരങ്ങളിലെ വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം മറ്റൊരു സംസ്കാരത്തിൽ ജനിച്ച് വളർന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അറപ്പുണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കാം. ഇത് ഒരേ നാട്ടിൽ തന്നെ പല സാംസ്കാരികമായി പല രീതിയിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് തമ്മിൽ പോലും സാധ്യമാണ്. ഇപ്പോൾ ജന്മനാ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ച് വളർന്ന ചില ആളുകൾക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കാണുമ്പോൾ തന്നെ ഓക്കാനം വന്നേക്കാം. അത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അവർക്ക് അപകടകരമായതുകൊണ്ടല്ല, അവരുടെ ശരീരം അത് തീരെ പരിചയിച്ചിട്ടില്ലാത്തതുകൊണ്ട്, അവർ നിരന്തരം അതിൽ നിന്നും അകലം പാലിച്ചു വന്നതുകൊണ്ട് അവരുടെ ശരീരം അതിനെ അപകടകരമായ എന്തോ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്, അല്ല അങ്ങനെയാണ് അവർ ഡീഫോൾട്ട് അസംപ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോകത്തിലെ ഈ ഭക്ഷണങ്ങളുടെ പ്രയോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ വൈവിധ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും ഇപ്പോൾ വണ്ടിനെ തില്ലുന്ന ആളുകൾ ലോകത്തുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പട്ടിയെ ഭക്ഷണമാക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും മൂക്കത്ത് വിരൽ വെക്കും. പക്ഷേ ഇന്ന് ഗ്ലോബലൈസേഷനൊക്കെ വന്നതോടുകൂടി ലോകത്തിലെ പല ഭക്ഷണശീലങ്ങളെക്കുറിച്ചും നമുക്ക് പരിചയമുണ്ട്. കുറച്ചൊക്കെ അത് നമ്മുടെ ആ ഇൻടോളറൻസ് കുറച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിലിപ്പീൻസിലെ ബാലൂട്ട് എന്ന് പറയുന്നൊരു ഭക്ഷണമുണ്ട്. അത് ഒരു പക്ഷിയുടെ മുട്ടയെ അതിൻ്റെ എംബ്രിയോട് കൂടി ചേർത്ത് പാചകം ചെയ്ത് ബോയിൽ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ ആ മുട്ടയ്ക്കകത്ത് ആ പക്ഷിയുടെ എംബ്രിയോ ആണ്. അപ്പോൾ അതിൻ്റെ ശരീരം, അതിൻ്റെ മാംസം, അതിൻ്റെ അസ്ഥി, അതിൻ്റെ നഖങ്ങൾ, അതിൻ്റെ ചുണ്ട്, അതിൻ്റെ തൂവലുകൾ, ഇതെല്ലാം കൂടെ ചേർത്ത് ബോയിൽ ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് കാണുമ്പോൾ സത്യത്തിൽ ആ സംസ്കാരം പരിചയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറപ്പുളവാക്കുന്ന ഒരു സംഗതിയായിരിക്കും. പക്ഷേ അവിടെ അത് ഭയങ്കര വിലയുള്ളൊരു ഭക്ഷണമാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, സ്വീഡനിലായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ഈ ഭക്ഷണത്തിന് അടുത്ത് ചെല്ലുമ്പോൾ തന്നെ മൂക്ക് പൊത്തുന്ന, അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ പലപ്പോഴും അവിടുത്തെ വിശിഷ്ട ഭക്ഷണങ്ങളായിട്ട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ശരീരത്തിൻ്റെ ഡീഫോൾട്ട് സെറ്റിംഗ് പരിചയമില്ലാത്ത സംഗതിയെ പേടിയോടെയും സംശയത്തോടെയും കാണുക എന്നുള്ളതാണ്. അപ്പോൾ അത് പരിചയപ്പെടുന്നത് വരെ നമുക്ക് അതിനോട് ഈ ഒരു അറപ്പ് പോലെയുള്ള വികാരങ്ങളായിരിക്കും ഉണ്ടാവുക. മറിച്ച് ഇത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നുള്ളത് അതിൻ്റെ രാസപരമായിട്ടുള്ള സ്വഭാവം കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ ചിക്കൻ എന്ന രീതിയിൽ കോഴിയെ ഭക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു കാക്കയെ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറപ്പ് തോന്നിയേക്കാം. അടിസ്ഥാനപരമായിട്ട് ഇത് രണ്ടും പക്ഷികൾ തന്നെയാണ്. ഇവയുടെ ശരീരത്തിലുള്ളത് ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഓർഗൻ സിസ്റ്റമാണ്. ഇവയെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരേ തരം പ്രോട്ടീനുകളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളുടെ പ്രിഫറൻസസും പ്രയോറിറ്റിയും പരിചയത്തിനനുസരിച്ചിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് രുചിയുള്ള ഭക്ഷണം നമുക്ക് അനാരോഗ്യകരമായിട്ട് മാറുന്നത്? ഈ ചോദ്യം തന്നെ തെറ്റാണ്. കാരണം ചിലയിടങ്ങളിലെങ്കിലും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സംഗതി മോശം ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കയ്പുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില സൈക്കോളജിക്കായിട്ടുള്ള കാരണങ്ങൾ കൂടി ഉണ്ടാകാം. ഉദാഹരണത്തിന്, ഇത്രയും മോശമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, ഇത്രയും കഷ്ടപ്പെട്ട് കഴിക്കുന്നെങ്കിൽ അതെന്തെങ്കിലും ഗുണമുള്ളതായിരിക്കും എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഈ ഷുഗർ പോലുള്ള സംഗതികളെ ഓവർ കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്കിന്ന് കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. അത് നമ്മുടെ ശരീരം പരിണമിച്ചുണ്ടായ കാലഘട്ടത്തിൽ ഈ ഷുഗർ, സോൾട്ടിനെസ് എന്നൊക്കെ പറയുന്ന ടേസ്റ്റുകൾ വളരെ അപൂർവമായിട്ട് മാത്രം നമുക്ക് കിട്ടുന്നതായിരുന്നു. ഇന്ന് നമുക്കങ്ങനെ അല്ല. ഇന്ന് നമുക്കത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ കൺസംഷൻ എന്ന് പറയുന്നൊരു പ്രത്യേകതയാണ് ഇപ്പം നേരിടുന്നത്. ഇത് കാരണം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പല ദോഷങ്ങളും അത് ആ ടേസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രത്യേക രാസവസ്തുവിൻ്റെ കുഴപ്പമല്ല. അതെല്ലാം ശരീരത്തിന് ഗുണമുള്ള ന്യൂട്രിയൻസ് തന്നെയാണ്. പക്ഷേ അത് ആവശ്യത്തിൽ കൂടുതലാകുമ്പോൾ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് അടിസ്ഥാനപരമായിട്ട് ന്യൂട്രിയൻസിൻ്റെ സാന്നിധ്യം, അത് പോസിറ്റീവായിട്ടുള്ള ന്യൂട്രിയൻസിനെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്നതിനും നെഗറ്റീവായിട്ടുള്ള ടോക്സിൻസിനെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്നതിനും ആ ഒരു ക്വാളിറ്റി ഇവാലുവേഷന് വേണ്ടി പരിണമിച്ചുണ്ടായ ഒരു ഇന്ദ്രിയം തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് സത്യത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ സാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഓവർ കൺസംഷൻ എന്ന് പറയുന്ന മനുഷ്യ ചരിത്രത്തിലെ താരതമ്യേന ഒരു പുതിയ പ്രതിഭാസത്തിലേക്ക് വരുമ്പോൾ അതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റ് ഉള്ളത് അനാരോഗ്യത്തെയോ ടേസ്റ്റ് ഇല്ലാത്തത് ആരോഗ്യത്തെയോ സൂചിപ്പിക്കുന്ന നല്ല. ടേസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുഡിനെ, നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ആഹാര പദാർത്ഥത്തെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ക്വാളിറ്റി ചെക്കിംഗ് ആയിട്ടാണ് അടിസ്ഥാനപരമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളത്. മറ്റൊരു വിഷയം നമുക്ക് പിന്നെ കാണാം. ബൈ.